നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസം, എല്ലാ തിങ്കളാഴ്ചയും ഞാനൊരു നാരായണീയം ക്ലാസ് ഇനി ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ഒരുപാട് പേര് നാരായണീയം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തിനാ ഞാനെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു മോഹം, അത്രയും കരുതിയാൽ മതി. മാത്രമല്ല, എന്തെങ്കിലും ഒരു പുതിയ അറിവ് എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചതുകൊണ്ട് കിട്ടുകയാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും അത് മതി എനിക്ക്. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് ഞാനിവിടെ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭക്തകാവ്യമായ ഈ നാരായണീയം രചിച്ചത്, ശ്രീമദ് നാരായണീയം രചിച്ചത് മേപ്പത്തൂർ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു ഭക്തകവിയാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാലം, അദ്ദേഹം ജനിച്ചത് ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മേപ്പത്തൂർ ഇല്ലത്താണ്. മേപ്പത്തൂർ ഇല്ലത്തെ നല്ല സുമുഖനായ, സമർത്ഥനായ നല്ലൊരു ഉണ്ണി നമ്പൂരി, കുട്ടിക്കാലത്തൊക്കെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് ബ്രാഹ്മണരുടേതായ ചിട്ടകളൊക്കെ അനുസരിച്ച് അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം ജീവിച്ചു. പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിട്ടയും കാര്യങ്ങളും ഒക്കെ മാറി ബ്രാഹ്മണ ഗ്രഹത്തിൽ വളരേണ്ട ഒരു ഉണ്ണി നമ്പൂതിരിയുടെ ആ പാതയിൽ നിന്നൊക്കെ അദ്ദേഹം കുറച്ച് അങ്ങും ഇങ്ങുമൊക്കെ മാറാനായിട്ട് പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ അന്ന് സംസ്കൃത പണ്ഡിതനായിരുന്നു അച്യുത പിഷാരടി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് കുട്ടികൾ, ആ നാട്ടിലുള്ള ഇല്ലങ്ങളിലെ കുട്ടികളൊക്കെ തന്നെയല്ല, നാട്ടിലുള്ളവർ സംസ്കൃതം പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഷാരത്ത് വന്നിട്ട്, അച്യുത പിഷാരടിയുടെ ഭവനാണ് കേട്ടോ ഷാരത്ത് ചെന്നിരുന്ന് രാവിലെ തൊട്ട് തന്നെ കുളിച്ച് സംസ്കൃത പഠനത്തിന് പോവുകയും ഉണ്ണിയമ്പൂരി പോകാറും പറ്റിയില്ല. അദ്ദേഹത്തിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ലാണ്ട് അങ്ങനെ നടന്നു. വളർന്ന് വലുതായി യുവാവായപ്പോൾ അദ്ദേഹത്തിന് അച്യുത പിഷാരടി അടുത്തുള്ള ഭവനാണല്ലോ നാട്ടിൽ തന്നെ, അച്യുത പിഷാരടിയുടെ മരുമകളെന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകളെ ഇദ്ദേഹം വിവാഹം ചെയ്യാൻ ഇടവന്നു. വിവാഹം ചെയ്യുമ്പോൾ അന്ന് കാലത്തൊക്കെ തിരുമേനിമാരെ ഭാര്യ വീട്ടിൽ സംബന്ധത്തിനാണല്ലോ പോകാറ് പതിവ്. അവിടെ ചെന്ന് താമസിച്ചു. ഒരു ദിവസം കാലത്ത് അദ്ദേഹം ഒരുപാട് വൈകിയൊക്കെ എണീക്കുള്ളൂ. അപ്പോഴത്തേക്കും ഉമ്മറത്തെ പൂമുഖത്ത് തൻ്റെ ഭാര്യയുടെ അമ്മാവനായ അച്യുത പിഷാരടി സംസ്കൃത പാഠം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവും കുട്ടികളെ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അധികം പെടാതെ കണ്ട് നേരം വൈകി ഉണർന്ന് ഒറ്റക്കാലിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങി ഇറങ്ങിപ്പോകും വീട്ടിൽ നിന്ന്. അങ്ങനെ ആണ് പതിവ് പലപ്പോഴും. ഒരു ദിവസം ഈ ഗുരുനാഥൻ അച്യുത പിഷാരടി എന്തു പറഞ്ഞു, നല്ലൊരു ബ്രാഹ്മണ ജന്മം ഈ ഉണ്ണിയമ്പൂരിയുടേത്. പക്ഷേ എന്താ ചെയ്യുക, പ്രവർത്തികളൊക്കെ ഇത്തിരി അമാന്തത്തിലാണ്, കഷ്ടം എന്നിങ്ങനെ പറഞ്ഞു. ഇദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് അപ്പോൾ വല്ലാണ്ട് ഒരു വിഷമം എന്നല്ല, ഒരു പശ്ചാത്താപം, അതൊരു ജീവിതത്തിലൊരു വഴിത്തിരിവായി മാറി ഈ ഒരഭിപ്രായം. അദ്ദേഹം ആ വഴിക്ക് പോയി കുളിച്ച് എന്തിനു പറയണം, സംസ്കൃത പാഠക്ലാസ് ശ്രദ്ധിക്കാൻ, പാഠക്ലാസ്സിൽ ഹാജരാകാൻ തുടങ്ങി. അങ്ങനെ സംസ്കൃതം പഠിച്ചു. ഒരുപാട് നല്ല കുട്ടിയായി, പഠിക്കാൻ തുടങ്ങിയപ്പോൾ പഠിത്തത്തിൽ വളരെ സമർത്ഥനായൊരു കുട്ടിയായി നമ്മുടെ ഉണ്ണിയമ്പൂരി അങ്ങനെ പഠിച്ചു മിടുക്കനായി. ക്രമേണ ഈ ഗുരുനാഥൻ്റെ ഇഷ്ടത്തിനും പാത്രമായി. ഗുരുനാഥനും ഈ കുട്ടിയെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനും സന്തോഷത്തോടു കൂടി കൊണ്ടു നടക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. ഈ അച്യുത പിഷാരടിക്ക് അങ്ങോട്ട് വയ്യാണ്ടായി. അദ്ദേഹത്തിന് പ്രായമായി എന്ന് വെച്ചോളൂ. വാതരോഗം വന്നു. വാതരോഗം എന്ന് പറയണത് എന്താ, കൈകാലുകളൊന്നും നിർത്താനും മടക്കാനും പറ്റില്ല, അസാധ്യമായ വേദന, എണീറ്റ് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഒന്നും അങ്ങോട്ടോ പോകണം. അവനവൻ്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾക്ക്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണം കൂടി പരസഹായം വേണം. ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ജീവിതം ഒരു വല്ലാണ്ട് വിഷമമായി. ചികിത്സയ്ക്ക് അങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. പേര് കേട്ട വൈദ്യന്മാരൊക്കെ ഒരുപാട് പേര് വന്ന് കഷായം കുടിക്കുന്നുണ്ട്, കുഴമ്പിട്ട് തിരുമണുണ്ട്, കിഴി കുത്തണുണ്ട്, ചൂട് പിടിക്കുന്നുണ്ട്, ഒരുപാട് വൈദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാതരോഗത്തിന് ഒരു കുറവുമില്ല.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ വരികയും തമ്പി മുൻപേ പ്രായ ശിഷ്യന്മാരിൽ തന്നെ പ്രാപ്തരായിട്ടുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇദ്ദേഹത്തിന് പറ്റിങ്ങി വന്നിരുന്ന പഠിപ്പി അങ്ങനെയൊക്കെ ആയിട്ട് ഉരുട്ടൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം നീങ്ങുക. അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു ഈ രോഗം കാരണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചികിത്സിക്കാൻ വന്ന ജ്യോതിഷമൊക്കെ നോക്കി എന്താ ഇങ്ങനെ ഒരു രോഗം വരാൻ കാരണം, ഇത് എപ്പോഴാണ് മാറുക, ഇനിയിപ്പോൾ എന്താ വേണ്ടേ ചികിത്സ, ഈ വക കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ജ്യോതിഷാചാര്യന്മാരെയൊക്കെ വരുത്തി. അങ്ങനെ വന്നവരിൽ എന്തോ ആരോ ഒരു ജ്യോതിഷി പറയണ്ടായി, ഇദ്ദേഹത്തിൻ്റെ അച്യുതപിഷാരടിയുടെ ഗുരുനാഥൻ്റെ രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മരുന്നും മന്ത്രമൊന്നും അല്ല വേണ്ട, ഇനി ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അപ്പം എല്ലാവരും ചോദിച്ചു എന്താ അത്, ആ ഒരു വഴി എന്താ വെച്ചാൽ പറയൂ, അത് ചെയ്യാമല്ലോ എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ രോഗം തികഞ്ഞ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ ആരെങ്കിലും ഇങ്ങോട്ട് ഏറ്റെടുക്കുക, അപ്പം ആ രോഗം കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോരും. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഇന്ന് ഗുരുനാഥൻ്റെ ശരീരത്തിലുള്ളതായ രോഗം മറ്റൊരാൾ ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കുക, അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുപോരുക. അങ്ങനെയായ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അയ്യോ അതിനിപ്പോൾ ആരാ തയ്യാറാവുക, ആരാളെ, അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ആരെങ്കിലും തയ്യാറാവേണ്ടിയിരിക്കുമോ, നിങ്ങൾ ആരെങ്കിലും തയ്യാറായാൽ മതി, ആർക്കാ സാധിക്കുക എന്ന് ആലോചിച്ചോളൂ, ആൾക്ക് ഈ രോഗം വരുന്നുള്ള കാര്യം ഉറപ്പാട്ടോ, അതും പറഞ്ഞേക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം ഈ വേപ്പത്തൂർ നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഉത്തമ ശിഷ്യൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും അദ്ദേഹം പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഗുരുനാഥൻ്റെ രോഗം തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയും ചെയ്തു എന്നും ക്രമേണ ഗുരുനാഥന് രോഗം കുറഞ്ഞു വന്ന് സുഖമായി തുടങ്ങി. അതേസമയം ശിഷ്യനായ നാരായണ ഭട്ടതിരിപ്പാടിനാകട്ടെ ശിഷ്യനാകട്ടെ കുറേശ്ശെ രോഗം ബാധിച്ചും തുടങ്ങി. കാലിന് തിരിച്ച വേദന തുടങ്ങി, കൈ മടക്കാൻ വയ്യ, നിർത്താൻ വയ്യാണ്ടൊക്കെയായി. ഗുരുനാഥൻ ഭേദപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വാതരോഗം പൂർണ്ണമായും തൻ്റെ ഗുരുനാഥനിൽ നിന്നും ഏറ്റെടുക്കാനായിട്ട് ഈ ഉത്തമ ശിഷ്യനായ നാരായണ ഭട്ടതിരിപ്പാടിന് സാധിച്ചു. ഗുരുനാഥൻ്റെ രോഗം മാറുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവകഥ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. ഇനി തനിക്ക് വന്ന ഈ വാതരോഗം കൊണ്ട് അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുക, നല്ലോണം വേദനയുണ്ട്, നടക്കാൻ ഒട്ടും വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. വിഷമിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട് കൂടെ, രണ്ടുപേരും. അങ്ങനെ ഒരു ദിവസം എന്തായാലും കുറച്ച് ദിവസം ഗുരുവായൂരൊന്ന് പോയി ഭജിക്കാം എന്ന് കരുതി ഗുരുവായൂർക്ക് പോയി. അവിടെ ചെന്ന് ഈ പറഞ്ഞതുപോലെ അടുത്തെവിടെയോ സത്രത്തിലിട്ട് താമസിച്ചു. സഹോദരൻ്റെ സഹായത്തോടെ എടുത്തെന്ന് പറഞ്ഞോണം കൊണ്ടുവരും അമ്പലത്തിലേക്ക്. അവിടെ വന്നാൽ അവിടെ ഇരിക്കും, ശ്രീകോവിലേക്ക് നോക്കും, ഭഗവാനെ നോക്കി നാമം ജപിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പ നീയേ ശരണം എന്ന് പറഞ്ഞ് ഇഞ്ഞിരിക്കും. പ്രദക്ഷിണം വയ്ക്കാനൊന്നും വയ്യ, ശബ്ദത്തിന് തന്നെ വിഷമായി തുടങ്ങിയപ്പോൾ ഈ കീർത്തനങ്ങൾ ചൊല്ലുന്നതിനുമൊക്കെ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നൽ, എനിക്ക് ഈ ഭഗവാനെ പറ്റി, ഭാഗവതം മുഴുവൻ പറയുന്നത് ഭഗവാന്റെ കഥകളല്ലേ, അവതാര കഥകളല്ലേ. ഈ അവതാര കഥകൾ, ഭാഗവതത്തിൻ്റെ സത്തയായിട്ടുള്ള കഥകൾ എനിക്ക് തോന്നുന്ന പോലെ, എൻ്റെ മനസ്സിൽ തോന്നുന്നത് പോലെ ഒന്ന് എഴുതി ഉണ്ടാക്കി ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ചാലോ, ആ മലർമാല്യം, ആ അക്ഷരമാല്യം സ്വീകരിച്ച് അദ്ദേഹം എൻ്റെ രോഗം മാറ്റി തന്നാലോ, എനിക്ക് രോഗം മാറാതെ ഉള്ളൂ വഴി എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് ഒരു കാവ്യം, ഒരു ഭക്തകാവ്യം
രചിക്കണമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇരുന്നു. എന്താ വേണ്ടതെന്നിങ്ങനെ ആലോചിച്ചു. അന്നത്തെ സമകാലീകനായിരുന്ന എഴുത്തച്ഛനെ കണ്ടു എന്നാണ് പറയുന്നത്. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ആധ്യാത്മരാമായണം എഴുതിയ അദ്ദേഹം തന്നെ, ആ ദിവ്യൻ തന്നെ. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സൗഹൃദ സംഭാഷണം കൊണ്ട് എനിക്ക് തീരെ വയ്യ, എന്നാലും എൻ്റെ ഈ രോഗം മാറാൻ ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വഴിയെ കാണുന്നത്, ഞാൻ ഭാഗവതത്തിലെ കഥകളൊക്കെ, അവതാര കഥകളൊക്കെ ഒന്ന് എനിക്ക് പറ്റണ പോലെ ഒന്ന് എഴുതാൻ നോക്കുക എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ മത്സ്യം തൊട്ട് കൂട്ടണം എന്ന് പറഞ്ഞു. മത്സ്യം തൊട്ട് കൂട്ടണം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മൾക്കൊക്കെ തോന്നുക ആദ്യം ബ്രാഹ്മണനായ നാരായണ ഭട്ടതിരിപ്പാട് മത്സ്യം തൊട്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ കറി വെച്ച് തൊട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥത്തിലേ അല്ല എഴുത്തച്ഛൻ പറഞ്ഞത്. എഴുത്തച്ഛൻ പറഞ്ഞത് എന്താ, അവതാരങ്ങളെ പറ്റി എഴുതുമ്പോൾ ആദ്യത്തെ അവതാരമായ ആ മത്സ്യാവതാരം തൊട്ട് എഴുതണം കേട്ടോ എന്നുള്ളൊരു നിർദ്ദേശം പറഞ്ഞു. അത് മേപ്പത്തൂരിന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, വാമനാവതാരം, നരസിംഹാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, ബലരാമാവതാരം, ഇങ്ങനെയുള്ള എല്ലാവിധ അവതാരങ്ങളെയും കുറിച്ച് ഭാഗവതത്തിൽ നിന്ന് പേർത്തും തിരിച്ചും മറച്ചും തിരിച്ചുമൊക്കെ വായിച്ച് സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഒരു ഭക്തകാവ്യമാണ് നാരായണീയം. ഈ നാരായണീയം വായിക്കാൻ സംസ്കൃത ഭാഷയെ അറിയുന്നവർക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ നിരന്തരമായ ഭക്തജനങ്ങളുടെ ആഗ്രഹം കൊണ്ട് കൂടിയാകാം ദേവനാഗരി ലിപിയിൽ, സംസ്കൃത ഭാഷയുടെ ആ ലിപിയുടെ പേര് ദേവനാഗരി ലിപി എന്നാണ്. ആ ലിപിയിൽ എഴുതിയിരുന്ന നാരായണീയത്തിന് അതേ അക്ഷരങ്ങൾ മലയാളത്തിലാക്കിക്കൊണ്ടുള്ള അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ ധാരാളം പുറമേ വന്നിട്ടുണ്ട്. ഇന്ന് ഭക്തജനങ്ങൾ ധാരാളമായിട്ട് ആ മലയാള ലിപിയിലുള്ള സംസ്കൃത ശബ്ദത്തിലുള്ള ആ നാരായണീയ പുസ്തകങ്ങളാണ് ഈ വായിക്കുന്നതൊക്കെ. അതിൻ്റെ പദാനുപദ അർത്ഥവും തർജിമയും ഒക്കെ ഉള്ള നല്ല നല്ല പുസ്തകങ്ങൾ ഗുരുവായൂർ കിട്ടാനുണ്ട്. വനമാല പ്രസിദ്ധീകരണം നാരായണീയ ഗ്രന്ഥം, കാവ്യം വാങ്ങിക്കാൻ കിട്ടും. ആ പുസ്തകം നോക്കിയാണ് പലരും വായിക്കണതും പഠിച്ചുകൊണ്ടിരിക്കണതും വായിച്ചുകൊണ്ടിരിക്കണതും ഒക്കെ. ഇദ്ദേഹം എഴുതാൻ തുടങ്ങി. ഗുരുവായൂർ പോകുന്നവർക്ക് ഇപ്പോഴും കാണാം, നമ്മൾ കിഴക്കേ നട കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ടൊരു ആവണപ്പലകയും ഒരു നിലവിളക്കും ഇരിക്കുന്ന കാണാം. ആ ആവണപ്പലകയിൽ ഇരുന്നാൽ കൃത്യമായിട്ട് ശ്രീകോവിൽ കാണാം. ശ്രീകോവിലിലുള്ള ഭഗവാൻ കൃഷ്ണനെയും ഉണ്ണികൃഷ്ണനെയും പല പല സമയങ്ങളിൽ പല പല രൂപങ്ങളിൽ പല പല ഭാവങ്ങളിൽ കാണാവുന്നതാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഭക്തകവി നാരായണീയം എന്നുള്ള ഈ കാവ്യം എഴുതിയത്. 100 ദശകമായിട്ട്, ഓരോ ദശകത്തിലും 10 ശ്ലോകങ്ങൾ. ഒരു ശ്ലോകത്തിൽ 9, ഒരു ദശകത്തിൽ 9 ശ്ലോകമേ ഉള്ളൂ. ചിലതിൽ 11 ഉണ്ട്, ചിലതിൽ 13, ഒന്നോ രണ്ടെണ്ണത്തിൽ 15 ഉണ്ട്. അത്രേ ഉള്ളൂ. എല്ലാം കൂടെ 100 ദശകങ്ങളിൽ 100 ദശകങ്ങളിലായിട്ട് ഭാഗവതത്തിൻ്റെ സത്ത മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭക്തകാവ്യമാണ് നാരായണീയം. 100 ദശകം എഴുതി കഴിഞ്ഞ് നാരായണ ഭട്ടതിരി ഭക്തകവി മേപ്പത്തൂർ എന്ന ഭക്തകവി അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറിയില്ലേ? നാരായണീയമാകുന്ന ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറ്റിക്കൊടുത്തു. എല്ലാ രോഗവും മാറ്റിക്കൊടുക്കും ഗുരുവായൂരപ്പൻ. അതാണ് അദ്ദേഹം മഹാവൈദ്യനല്ലേ. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ
കുട്ടിപ്രായത്തിൽ തന്നെ ഒരു മരുന്ന്, ഔഷധം എന്നുള്ള പോലെ തന്നെയെങ്കിലും നാരായണീയം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെയൊക്കെ മലയാളികളുണ്ട്. മലയാളികൾ ഉള്ളിടത്തൊക്കെ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങളിലൊക്കെ ഉള്ളവർ എല്ലാവരും ഉണ്ട്. യൂസഫ് അലി കേച്ചേരി എത്ര സുന്ദരമായ ഗാനങ്ങളാണ് എഴുതിക്കണേ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട്. അദ്ദേഹം ഇസ്ലാം മതക്കാരനല്ലേ? ഗുരുവായൂരപ്പൻ അങ്ങനെ ജാതിയ മത അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൽ ഗുരുവായൂരപ്പനെ ആര് വിശ്വസിക്കുന്നു അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ ഗായകനായ യേശുദാസ് പാടിയിട്ടുള്ളത്. ഇങ്ങനെയല്ലേ? എന്തിന് ഹിന്ദു മതത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ സംസ്കൃതത്തിലൊക്കെ നല്ല ജ്ഞാനമുള്ളവർ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളായാലെന്താ, ഭീമപ്പള്ളിയിലെ ഒരു ലത്തീഫ് എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളെ കേൾക്കാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടല്ലേ? എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പോലും ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് അറിവാണ്. നാരായണീയം, ഭഗവത്ഗീത, രാമായണം, വേദോപനിഷത്തുകൾ എന്നൊക്കെ പറയുന്നത് അറിവ്, ജ്ഞാനം എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും സുഖമുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഭക്തകവിയെ പറ്റി ഇത്രയും കാര്യങ്ങളാണ്. ഒടുക്കം അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് ചന്ദനക്കാവിൽ ഇന്നും ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ ഇന്നും ഗുരുവായൂർ ദർശനത്തിന് എല്ലാ മാസമൊക്കെ പോയി നാരായണീയം സമർപ്പിച്ചു. വേറെയും പല പല പുസ്തകങ്ങൾ എഴുതുകയും കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രായമായി അതിന് വയ്യാണ്ടായി. ഗുരുവായൂർക്ക് അങ്ങോട്ട് വരാൻ നല്ല വിഷമായി. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞെന്നാണ് പറയണേ, ബട്ടേരി ഇനിയിപ്പോൾ ഗുരുവായൂർക്ക് വരണ്ട, അവിടെ ചന്ദനക്കാവിൽ എന്ന് തൊഴുതാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. ചന്ദനക്കാവിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭക്തകവിയുടെ മേപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സ്മാരക മന്ദിരമുണ്ട് അവിടെ പോയപ്പോൾ അങ്ങനെ പോയതാണ്. ചന്ദനക്കാവ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലമുള്ളൊരു വനം, 18 ക്ഷേത്രങ്ങളുണ്ട് അതിനകത്ത്. അകത്തുള്ള ഒരു ക്ഷേത്രമാണ് ഒരു കൃഷ്ണക്ഷേത്രം, പഴയ ഒരു കൃഷ്ണ വിഗ്രഹമുള്ള ഒരു കൃഷ്ണക്ഷേത്രം. അതിൻ്റെ ചുവരിൽ ഇദ്ദേഹം വലിയമ്പലത്തിൽ ഇങ്ങനെ ജപമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചുമരിൽ ഓടി അങ്ങോട്ട് വരും ഒരു കുട്ടി, ഒരു മിന്നൽ പോണ ആൾ. ഇദ്ദേഹം കയ്യിലിങ്ങനെ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല, പിന്നെ കണ്ടു തുടങ്ങുമ്പോൾ ആ ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ഒരു രൂപം ചിലപ്പോൾ ഒരു കൊച്ചു വിരലിൻ്റെ തുമ്പാണ് ആ സ്ഥലത്ത് കണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് വിഷമിച്ച് പോയിട്ട് അവിടെ ഒരു വിരൽ അങ്ങോട്ട് വരയ്ക്കും. ഇന്ന് ഞാൻ കണ്ട കൃഷ്ണൻ ഒന്നും ഇവിടെ ആ കൃഷ്ണൻ്റെ കുഞ്ഞു വിരലത് അവിടെ വരച്ചു. സാധാരണ ചായക്കുട്ടികളുമുണ്ട്. പിറ്റേ ദിവസം കാണുന്നത് ചിലപ്പോൾ മയിൽപീലിയുടെ ഒരു തുമ്പാവും. അങ്ങനെ വരച്ചിട്ട് ആ ചുവരിൽ ഒരു കൃഷ്ണൻ്റെ ചിത്രം, ശ്രീകൃഷ്ണൻ്റെ ചിത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടാവായിരിക്കും അവിടെ എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ് ഈ ക്ലാസ്. ഇനി എനിക്ക് അടുത്ത തിങ്കളാഴ്ച ഒരു സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിൻ്റെ പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഈ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ പറ്റിയും നാരായണീയത്തെ പറ്റിയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കൂ. നമുക്ക് കാണാം, പല ചാനലിലൂടെ പലരും പലപ്പോഴായിട്ട് പറയുന്നത് കേൾക്കാം, പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇന്ന് ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ. ഓം നമോ ഭഗവതി വാസുദേവായ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ മാലതി വാര്യർ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മാലതി ചേച്ചി.